മംഗളൂരു ബെൽത്തങ്ങാടിയിൽ മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള തർക്കഭൂമിയിൽ ദുർമന്ത്രവാദം ചെയ്തതായി അഭ്യൂഹം. ഗേറ്റിനു മുന്നിൽ 25 ആടുകളുടെ തലയും ഒപ്പം 25 പേരുടെ ഫോട്ടോയും കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടി താലൂക്കിലെ പടങ്കടി വില്ലേജിലെ ബോളിയാറിലാണ് സംഭവം. ഭൂവളപ്പിൻ്റെ ഗേറ്റിൽ 25 ആടുകളുടെ തലയും ഒപ്പം 25 പേരുടെ ഫോട്ടോയും കണ്ടെത്തി. രാവിലെ എസ്റ്റേറ്റിലെത്തിയ തോട്ടം തൊഴിലാളികളാണ് സംഭവം ആദ്യം കാണുന്നത്. പിന്നീട് ബെൽത്തങ്ങാടി പോലീസിനെ വിവരമറിയിച്ചു. വിശദമായ പരിശോധന നടത്തിയ പോലീസ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. മന്ത്രവാദ അവശിഷ്ടമാണെന്ന അഭ്യൂഹമാണ് ಪ್ರದೇಶಮಾಗೆ ಪರಕುന്നത്. ಅದರಲ್ಲಿ 25 ಆಡಿನ ತಲೆಗಳಿವೆ. ನಂತರ ಅದು ಸುಮಾರು 10 ಜನರ ಫೋಟೋ ನಾವು ನೋಡಿದ್ದೇವೆ. ಅವರು ಫೋಟೋ ಆಡಿನ ತಲೆ ಮೇಲೆ ಅಂಟಿಸಿ ಅದರ ಮೇಲೆ ಆಣಿ ಹಿಡಿದು ವಾಮಾಚಾರ ಮಾಡಿದ್ದಾರೆ. ಅದೇ ರೀತಿ ಗೊಂಬೆಯ ರೂಪದಲ್ಲಿ ಒಂದು ಇದು ಮಾಡಿ ಅದರ ಮೇಲೆ ಒಂದು ಫೋಟೋ ಹಾಕಿ ಅದರ ಮೇಲೂ ಆಣಿ ಹಿಡಿದು വാമാചാരം എസിക്കിದ್ದಾರೆ. മലയാളികളായ ഗോപകുമാർ, സുമേഷ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള 25 ഏക്കർ ഭൂമി രാജേഷ് പ്രഭു എന്നയാൾ 8 കോടി രൂപയ്ക്ക് വാങ്ങുകയായിരുന്നു. വില പൂർണ്ണമായും നൽകാത്തതുകൊണ്ട് കേസുണ്ട്. ഭൂമി യഥാർത്ഥ ഉടമകൾക്ക് തിരിച്ചു നൽകാൻ നിർദ്ദേശിച്ചും വിൽപ്പന മുടക്കിയും കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് നിലവിലുണ്ട്. ഇതിനു പിന്നാലെയാണ് ദുർമന്ത്രവാദം നടത്തിയതെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.